ഒട്ടനവധി കുഴപ്പങ്ങളും ഒട്ടനവധി ഭീകര പ്രവർത്തനങ്ങൾക്കുമൊക്കെ നടന്നപ്പോഴും ഈ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ആഹ്വാനം അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോ മഹല്ലുകളിലൊന്നും പ്രയാസങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ നമുക്ക് മുസ്ലിം ഉമ്മത്തിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമായത് ആ നേതൃത്വത്തിന് കീഴിൽ അണിനിരന്നത് കൊണ്ടാണ്. ഭാവിയിലും എല്ലാവരും അതിന് പിന്തുണ നൽകി അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ നിലക്ക് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ ഇനി നമ്മുടെ മദ്രസയുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുവാൻ വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയും അതുപോലെ ചെറിയ ഒരു പ്രതീക്ഷയും നമുക്കൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതീക്ഷ 100% വിജയത്തിലാക്കി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന്റെ പ്രയാസങ്ങളെല്ലാം തീർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പ്രതിസന്ധികളെല്ലാം തീർത്തുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടെ വളരെ സമാധാനത്തോടുകൂടെ ചുട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഇതേപോലെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നതുപോലെ ഞങ്ങൾക്ക് നാളെ ജന്നാത്തുൻ നഈമിലും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും ഇതിനു വേണ്ടി സാമ്പത്തികമായി നമ്മളെ സഹായിച്ച ആളുകൾക്കും അതുപോലെ ഇവിടെ പങ്കെടുത്ത ഒട്ടനവധി ഉസ്താദന്മാർ പലയാറ് തിരക്കുകൾക്കിടയിലും ഈ വേദി ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൻ നഈമിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم بارك لنا في اقوالنا اللهم بارك لنا في احوالنا اللهم بارك لنا في افعالنا اللهم بارك لنا في حركاتنا وفي سكناتنا خصوصا في يومنا هذا بركة تامة يا رب العالمين واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ സയ്യിദ് അവറുകളും അതുപോലെ ഉസ്താദുമാരും നമ്മോട് പറഞ്ഞതായ ഉപദേശങ്ങൾ ഈ പള്ളിയെ സംബന്ധിച്ചും ഈ പള്ളിയുള്ളതായ ആരാധന ഇബാദത്തുകളെ സംബന്ധിച്ചും മഹാന്മാരായ ഉസ്താദുമാർ നമ്മോട് പറയുകയുണ്ടായി. ആ നിയമങ്ങൾ അനുസരിച്ച് ആ ഇബാദത്തുകൾ നാം ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുവാൻ നാം എല്ലാവരും ഓരോരുത്തരും നാം മുതിരണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. ഈ പള്ളി എന്നുള്ളത് നമ്മുടെ ഈ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായി കൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി കൊണ്ടാണ് നാം ഇതിനെ കാണേണ്ടത്. ഒരിക്കലും തന്നെ നമ്മുടെ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പള്ളി നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് കഴിയുകയില്ല. നമ്മുടെ സാമ്പത്തിക അവസ്ഥ നാം പരിശോധിക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരിക്കലും കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്നാൽ ഈ അനുഗ്രഹം നമുക്ക് ലഭിച്ചത് നാം നോക്കുകയാണെങ്കിൽ മഹാനായ ഈ സമയത്ത് നാം ഓർക്കേണ്ടതായ വ്യക്തി മഹാനായ മർഹൂം കുഞ്ഞ് അഹമ്മദ് ഹാജി അവറുകൾ. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പള്ളി എന്നുള്ളത് ഒന്ന് വാർത്തു കാണുക എന്നുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊടുക്കുകയുണ്ടായി. അദ്ദേഹം ഈ കഴിഞ്ഞ റമദാൻ ശരീഫിൽ ഞാനിവിടെ വന്ന സമയത്ത് അദ്ദേഹം ഉംറക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായി കൊണ്ട് ഈ പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം അള്ളാഹുവിനോട് ആ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നമുക്ക് ഈ പള്ളി ഇവിടെ നിർമ്മിക്കുവാനുള്ളതായ ഭാഗ്യം കിട്ടിയതെന്ന് ഞാൻ ഓർക്കുകയാണ്.
അദ്ദേഹം അവിടെ നിന്ന് ഉംറ കഴിഞ്ഞ് ഇവിടെ വരുന്നതിന്റെ മുമ്പായിക്കൊണ്ട് തന്നെ ഈ പള്ളിയെ സംബന്ധിച്ചുള്ളതായ ഒരു അറിവ്, ഈ പള്ളിയെ സംബന്ധിച്ചുള്ളതായ അതിന്റെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചുള്ളതായ ഒരു ചർച്ച ഇവിടെ ചെയ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥമായ ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുകയാണ്. ആ സ്വീകരിച്ചതിന്റെ ഫലമായി കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയതായ മനോഹരമായ ഒരു പള്ളി നമ്മുടെ ഈ മഹല്ലത്തിൽ നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പ്രതിഫലം കൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ പള്ളിക്ക് വേണ്ടി കാശ് ചെലവഴിച്ചതായ അറബി അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടി ദീർഘിപ്പിക്കുകയല്ല, ഞാൻ നന്ദി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് പ്രസംഗിച്ചതായ മഹാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് പ്രസംഗിച്ചതായ മഹാനായ ശൈഖുന AP ഉസ്താദ് അവറുകൾ, അതുപോലെ മറ്റു മുഖ്യപ്രഭാഷണം നടത്തിയ അലനല്ലൂർ മഹല്ല് ഖാദി മഹാനായ മുഹമ്മദ് കുട്ടി ഫൈലി, അതുപോലെ തന്നെ മറ്റു എല്ലാ പണ്ഡിതന്മാരും, ഈ സ്റ്റേജിലുണ്ടായിരുന്ന മറ്റു പണ്ഡിതന്മാരും സാദാത്തുക്കളും അതുപോലെ തന്നെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم.